25, 26, 27, 28, 30. ഒന്ന് inhale ചെയ്യൂ. അടുത്തത് 3 പേരില്. ഇവിടെ ഈ കോളർ ബോൺ ഒന്ന് പ്രസ് ചെയ്യണം. കോളർ ബോൺ വലിയ കീറി വലിക്കുന്നത് കൊണ്ട് അത് ഇവിടെ എന്താണ് മെയിൻ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 1 ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാ പറ്റും. ഇതാ അങ്ങനെ നല്ലത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇനി ഇവിടെ ടെമ്പിൾ ഇവിടെ 1 2 ഇത്രയുള്ളൂ. ഈ അംഗം മാത്രം 2 ഇവിടുന്ന് സ്റ്റാർട്ടിങ് 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇനി ഇവിടെ ഈ സൈഡ് ഇവിടെ 1 2 3 4 5 3 പേരാണ് 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇതാണ് പറയുന്നത്. ഈ ന്യൂറോ സർജൻ പറയുന്ന ഒരു എക്സസൈസ് ആണ്. ചെയ്താൽ നിങ്ങൾ പെയിൻ പ്രോബ്ലം മാറും. ഒത്തിരി മാറ്റമൊന്നുമില്ല. തലയ്ക്ക് ഒരു വ്യത്യാസമൊന്നുമില്ല. നെക്കിന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നെക്ക് നമുക്ക് ചെയ്യാൻ നമ്മുടെ ഇതൊക്കെ തന്നെ ഈ ഉച്ചില് നെക്കിന് നമ്മൾ പിന്നെ ഇൻഹേലും എക്സ്ഹേലും ചെയ്യാം. പിന്നെ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ബാക്ക് അത് നെക്കിന് ബെസ്റ്റാണ്. ബാക്കിലേക്ക് ഇൻഹേൽ ചെയ്യാം, ഫ്രണ്ടിലേക്ക് താഴി ടച്ച് ചെയ്യാം. ഇത്രയുള്ളൂ. ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഇൻഹേൽ ഉണ്ടോ ചെയ്യാൻ ഇവിടെ വലിച്ചത് ഇൻഹേൽ ഇതാണ് പറയുന്നത്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പറ്റും. ചെറിയ ഫേസ് മസാജ് കസരിക്കല്ലോ. ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ക്രീം തേക്കാം, അല്ലെങ്കിൽ എണ്ണ തേക്കാം. വേണമെങ്കിൽ ഒരു ഡ്രൈനെസ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ചിലപ്പോൾ ഡ്രൈ ആകുമ്പോൾ നമ്മൾ കുഴപ്പമില്ല. വിയർപ്പോൾ ഡ്രൈനെസ് ആവില്ല, അല്ലെങ്കിൽ ഡ്രൈ ആകുമ്പോൾ ചിലപ്പോൾ ക്രീം വരും. അപ്പോൾ വേണമെങ്കിൽ ലേശം എണ്ണ കുത്തി ക്രീം ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കണ്ടിന്യൂസ് ചെയ്യണം. ആദ്യം ഇവിടെ ഷോൾഡർ, പിന്നെ ഇവിടെ, അത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മൾ ആ സ്റ്റെപ്പ് ചെയ്തു. എന്താ ഡോക്ടർ മെമ്മറി കൂടാൻ ഡോക്ടർ ഇത് ചെയ്തു. എങ്ങനെ ചെയ്യും ഒന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഷോൾഡർ ആട്ടോ. ഷോൾഡർ ആ ഷോൾഡർ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇവിടെ കോളർ ബോൺ. ഇതാണ് കോളർ ബോൺ. കോളർ ബോൺ കഴിഞ്ഞാൽ കഴുത്തിന്റെ ഇവിടെ ഇത് ഈ ലിംസ് എല്ലാ ചെയ്താണ്
പറഞ്ഞുതരാം. ആ മെമ്മറികൾ നിങ്ങൾക്ക് മെമ്മറി മെമ്മറി കൂട്ടണം. അതൊന്നും പറഞ്ഞുതരാം. ആദ്യം നമ്പർ 1 ഇത്. ഓക്കെ, നമ്പർ 2 ഷോൾഡർ ആണ്. നമ്പർ 2 നമ്പർ 3 ഇങ്ങനെ പണിക്കുമ്പോൾ ഞാൻ മറക്കില്ല. ഇങ്ങനെ കണ്ടോ. 4 ടെമ്പിൾ ഇവിടെ. 5 6 ലാസ്റ്റ് തല ബാക്ക്. ഇതാണ് ഇങ്ങനെ വരണം. അപ്പോൾ നിങ്ങളെ ബ്രെയിൻ ആക്റ്റീവ് ആവും. മനസ്സിലായി. ഇനി ചെറിയൊരു മസാജ് ചെയ്യാം. ഫേസ് മസാജ്. ഫേസ് മസാജ് വേറെ ചെയ്യാം. നമ്മളത് വേറെ ടൈപ്പാണ്. യോഗയിൽ ഇങ്ങനെ ചെയ്യാം ഫേസ് മസാജ്. ഇവിടുന്ന് എങ്ങനെ ചെയ്യാം? സെൻറ്ററിൽ നിന്ന് round ഇനി മൂക്കിന്റെ ഈ ജോയിന്റ് കണ്ണടച്ചിട്ട് വെച്ചോളൂ. ഇരിക്കുക. ഇവിടെ ചെറിയ ഇല്ലുണ്ടാവും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക്. മൂക്കിന്റെ എന്താ കഞ്ചക്ഷനൊക്കെ പോകും. നേരെ താത്തിക്കൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസും ആന്റി ഇവിടുത്തെ മൂക്കിന്റെ ചോട്ടിൽ ഇവിടെ ഉണ്ടാവും. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. മൂക്കിന്റെ ഷേപ്പ് ചെയ്യാൻ ഇവിടുന്ന് മുകളിലേക്കും താഴേക്കും. ഇവിടെ യോഗ മസാജിങ് യോഗയിലുള്ള മൂക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെവിയാണ്. ചെവി സെൻസിറ്റീവ് ഇവിടുന്ന് കഴിക്കാം. 5-6 പ്രാവശ്യം കഴിക്കാം. ഇത് നിങ്ങളെ മെമ്മറി കോഡ് പോകും. സൈഡിൽ വരും. സൈഡിൽ പൊളി രണ്ട് വെള്ളം വെച്ചിട്ട് ചെവിയുടെ മുകളിലേക്ക് തറക്കുക. വെള്ളം ചെവി നടുക്ക് വരണം. എവിടെ പിടിക്കും? ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ആന്റി ക്ലോക്ക് വൈസ്. ഈ കവള് ഇതേമാതിരി തന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. നെൽസൊക്കെ തുറന്നു. ആരെ ചമയ്ക്കണത്? അതെന്താ പറയാ, എന്താ പറയാ, നമ്മുടെ മൂക്കോടെ കഞ്ചക്ഷനൊക്കെ പോവാണ്. ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലേക്ക്, താഴത്തുനിന്ന് മുകളിങ്ങനെ വരണം. ഇനി അങ്ങോട്ട് കഴുത്തിങ്ങോട്ട് കഴുത്തലായിട്ട് പ്രസ് ചെയ്ത് ഇവിടെ നെക്കിനുള്ളതാണ്. അമർത്തി പ്രസ് ചെയ്യും. മറ്റേ ഭാഗത്തേക്ക് ഇവിടെ ഒരു ബ്ലഡ് ടൈറ്റ്നെസ് വരും. ഞരമ്പെന്ന് പറയുന്നത് കഴുത്ത് ചെയ്യണ്ട. കഴുത്ത് കണക്കാൻ സ്റ്റഡി. കഴുത്താകെ കൈ പോയി. തലയുടെ മുകളിൽ ബാക്കിൽ കഴുത്തിങ്ങനെ ബാക്കിലേക്ക് കംപ്ലീറ്റ് സ്ട്രെച്ചിങ്. വേണമെങ്കിൽ ഇവിടുന്ന് വന്നതിന് റൗണ്ട് ചെയ്യാം. ആ സമയത്ത് റൗണ്ട് ചെയ്യാം. നമ്മൾ മുഖം കഴിയുമ്പോൾ തന്നെ കഴിയുമ്പോൾ നമ്മുടെ പ്രായമാകുമ്പോൾ ബാഗിങ് വരും. ഇവിടുന്ന് ഓടിക്കും. നമ്മൾ യോഗയിൽ കിടക്കില്ല അല്ലേ? ഓക്കെ 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 ഓക്കെ. നമ്മള് ഷെയർ ചെയ്യാം. ഓക്കെ നമ്മള് ചെയ്യാൻ പോണത് ചെയർ സൂര്യ നമസ്കാരം. ചെയർ സൂര്യ നമസ്കാരം.
ഹലോ ആ ഉണ്ട് 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 നമ്മുടെ ചെയർ സൂര്യ നമസ്കാരം ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ചെയർ സൂര്യ നമസ്കാരം ഫുൾ സ്റ്റെപ്പ് വരില്ല ഇതിൽ പറയാം ചെയർ സൂര്യ നമസ്കാരം എന്ന് പറയട്ടോ നോക്കൂ 1 2 3 4 വലത്തേക്ക് ടച്ച് ചെയ്യണം ഇടത്തേക്ക് നോക്കൂ 5 6 ബാക്കിലേക്ക് 7 രണ്ട് കൈയും 8 അടുത്തേക്ക് ബാക്കിലേക്ക് 9 10 11 12 ഇതൊക്കെ കുറച്ച് ഈസി സൂര്യ നമസ്കാരം എല്ലാ സ്റ്റെപ്പും വരില്ല പക്ഷേ പറഞ്ഞമാതിരി ഉപയോഗവേദന മുട്ടുവേദനയുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ വളരെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരു 80, 95, 90 ഇയേഴ്സ് ഒക്കെ ഉള്ള ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ എളുപ്പമാണ് സൂര്യ നമസ്കാരം എല്ലാം കിട്ടും ഇനി നമ്മൾ ബ്രീത്തിങ് ചെയ്യും ഷൂസ് അയക്കണോ ഷൂസ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഞാനൊരു ഷൂസ് ഇട്ടുണ്ടെങ്കിൽ വലിയൊരു കാലൊരു കാലം നോക്കി പിടിക്കും അപ്പനുണ്ട് inhale ഒന്നടിപ്പിക്കും exhale വീണ്ടും exhale ഇവിടെ exhale ഇവിടെ കൈ inhale ഒന്നുകൂടി ചെയ്യാം exhale exhale touch the knee കണ്ടൽ വളയരുത് more inhale exhale വീണ്ടും inhale അതുപോലെ maximum theater exhale you കയ്യോ കട്ടിങ് ചിലപ്പോൾ shoulder pain പോവും
മിനിമം ഒരു 12 ടൈംസും ചെയ്യണം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ടൈറ്റ്നെസ് തോന്നും. ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ അത്ര എളുപ്പമല്ല. നല്ല ലങ്സ് ഒക്കെ ഒന്ന് ഇറക്കും. മടക്കാൻ നോക്കുക, ജസ്റ്റ് മടക്കാൻ നോക്കുക. കയ്യ് കടയുന്നവരെ കൈയിന്റെ ടൈപ്പ് മാഷ് പറയാനുള്ളത്. മാഷ് വന്നിട്ടില്ലെന്ന് നമ്മൾ മാഷ് പോയ വണ്ടി ടൈപ്പൊക്കെ പോകാണ്. ഇവിടെ നല്ല വേദന വരും. വേദന വരില്ലേ? ഇവിടെ വേദന വരും. ഫ്രണ്ടിലേക്ക് തമ്മിലേക്കാക്കാം. കൈ മടക്കും. സെയിം. ഇത് കംപ്ലീറ്റ്ലി പെടുത്തില്ല. കടച്ചിൽ വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെ ഫോഴ്സ് ചെയ്യണം. റിലാക്സ്. വലത്തെ കൈ വയറുമേൽ, ഇടത്തെ കൈ ചെസ്റ്റ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4-4-4. അതായത് ഇതിന് പറയാം സ്ക്വയർ ബ്രീത്തിങ് പറയും. സ്ക്വയർ ബ്രീത്തിങ്. സ്ക്വയർ കംപ്ലീറ്റ് ഇതൊന്ന് പറയാം. 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് വായിലൂടെ. 4-4 ആണ്. നിങ്ങൾ 4 ജസ്റ്റ് മനസ്സിൽ ശ്രദ്ധിക്കുക. 4-4-4. നൂറ് ചാരിക്കണ്ട, ഒന്ന് നടത്തണം നോക്കുക. അതൊന്ന് ഡീപ് ബ്രീത്ത് ചെയ്യും. എക്സ്ഹേൽ. ഓക്കെ, ചെയ്യാൻ പോകുന്നത് 4-4 ബ്രീത്തിങ്. ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്ന് പറയാനുള്ളൂ. വയർ പ്രസ് ചെയ്യാം. 4 സെക്കൻഡ് കൂടുതലാവരുത്. അതേമാതിരി ഇൻഹേലിംഗ് വയർ നിൽക്കണം. പോയിക്കോളൂ. വീണ്ടും 4 സെക്കൻഡ് വേണം. ലാസ്റ്റ് വൺ. ഓക്കെ, ഒന്ന് ഡീപ്പ് ഇൻഹേൽ ചെയ്യും. അടുത്ത് ചെയ്യാൻ പോണത് 4-7-8 ബ്രീതിങ് ആണ്. 4-7-8. 4 സെക്കൻഡ് ഹോൾഡ് ഇൻഹേൽ ചെയ്യുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യും, 8 സെക്കൻഡ് എക്സേലിംഗ് ആണ്. ഒന്ന് പറഞ്ഞു ഒന്ന് കാണിക്കാം. ഓക്കെ, ഇതേമാതിരി തന്നെ മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി. നമ്മൾ എക്സാക്ട്ലി ചെയ്യണം. ജസ്റ്റ് ഒരു മനസ്സിൽ കൗണ്ട് ചെയ്യും. നോക്കോളൂ. 4 സെക്കൻഡ് ഇനി ഞാൻ പറയില്ല, ഞാൻ അങ്ങനെ നോക്കിയാൽ മതി. ഇൻഹേൽ 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്തു, ഹോൾഡ് ചെയ്തു, എക്സേൽ ചെയ്തു. എട്ട് പറയുന്നത് വെച്ചാൽ വയറ് നല്ല ഉള്ളിലേക്ക് പോകണം. നല്ല ഉള്ളിലേക്ക് പോകണം. വയറ് പ്രസ് ചെയ്യണം. വീണ്ടും ഓട്ടോമാറ്റിക് വരും. ഇവിടെ ഈ വയറ് നമർത്തി പിടിക്കും ഡോക്ടറെ. വീണ്ടും നിങ്ങൾ ലങ്സില് സെൽസിലൊക്കെ എയർ പുഷ് ചെയ്യും. ഒരുപാട് നമ്മൾ ടോക്സിക് എല്ലാം പുറത്തു പോകും. 4-7-8 പറയാം. 4-7-8.
ശുദ്ധീകരിക്കാൻ. വലത്തെ നമുക്ക് അടച്ചു പിടിക്കും, മാത്രം അടച്ചു പിടിക്കാം. ഒന്ന് കൂളിംഗ് ആണ്. ഇൻഹേൽ ചെയ്തിട്ട് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. എക്സേൽ അതേ നോസ് കൂട്ട്, സെയിം ലെഫ്റ്റ് കൂട്ടിനാണ് എക്സേൽ. ഒരു 6 ടൈം ചെയ്യും, അതേ നോസ് കൂട്ടാണ്. ഇൻഹേൽ ചെയ്യുമ്പോൾ മാക്സിമം കൗണ്ട് ചെയ്യണം കേട്ടോ. അത്ര ഫുള്ളായിട്ട് വരണം. ഒന്ന് ഹോൾഡ് ചെയ്യാം. എക്സേൽ നോക്കുക. ഓക്കെ, ഒരു ഹോൾഡിങ് ഒരു 6 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കുക. 6 സെക്കൻഡ്സ്. എക്സേൽ 8 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ചെയ്യാം. ഇൻഹേൽ 4, ഹോൾഡ് 6, എക്സേൽ 8. ഓക്കെ, വലത്തെ കൈ കൊണ്ട് വലത്തെ കുറച്ച് ചെയ്തോളൂ. അടുത്തേ നമുക്ക് കംപ്ലീറ്റ് എക്സേൽ ചെയ്യും. Pulling area, head, hold, exhale. Then you get up. Okay. Exhale. One more. Exhale. Last one. Head. Exhale. Maju. ഇടത്തെ മുക്ക് അടച്ചു പിടിക്കും. വലത്തെ മുക്ക് പിടിക്കുക. സെയിം വലത്തെ മുക്കൂടെ. Inhale. Hold. Exhale. പതുക്കെ exhale. വീണ്ടും. Exhale. Again. Hold. Exhale. Last one. Exhale. ഇനി നിർത്താണ്ട് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് നിർത്താണ്ട് ചെയ്യാം. നിർത്തണ്ട. ഇൻഹേൽ ചെയ്തു, മാറ്റി, വീണ്ടും സ്റ്റോപ്പ് ചെയ്യണ്ട. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉജ്ജയ് പ്രാണായാമം എന്ന് പറയും. ഇവിടെ പ്രഷർ കൊടുത്ത് ബ്രീത്തിയാണ്. ഇവിടെ പ്രഷർ കൊടുക്കുന്നത് ഇവിടെ പ്രഷർ കൊണ്ട് ഡ്രൈ ആയാലും കിട്ടില്ല. ചെയ്യാം. ഇവിടെ പ്രഷർ എടുക്കാം. ഓക്കെ, ഒന്നിപ്പോ ചെറിയ തരിപ്പ് വരും, അതാണ് ചുമയ്ക്കുന്നത്. ഒന്ന് തരിപ്പ് വരും. അത് ശരിക്കും ചുമ വന്നാൽ നല്ലതാണെന്നല്ല, തരിപ്പ് വരും. അത് വേണമെങ്കിൽ വയ്ക്കണ്ട, വേണമെങ്കിൽ ചുമയ്ക്കണ്ട. എന്നാ ഓക്കെ. ഈ മുദ്ര പിടിക്കും, ചിന്മുദ്ര. ഇവിടെ നോക്കുമ്പോഴേ ഉണ്ടാവും ശബ്ദം വരാം. ഈ ഇവിടെ ഒരു കുഴി ശബ്ദം വരും. ഇവിടെ കുഴി ഉണ്ടാവും. പ്രഷർ ഇവിടെ കൊടുക്കണം. ബ്രീതിങ് ഇവിടെ വരും. നിങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ്. ഇതെന്താ ഉണ്ടാവുന്ന അറിയാം. ഇത് ചെയ്യുമ്പോ നമ്മളുടെ തൊണ്ടയില് നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യാണ്. നൈട്രിക് ഓക്സൈഡ് ആ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഗുണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ലങ്സിലേക്ക് പോവില്ല. അത് നേരെ നമ്മളെ സ്റ്റൊമക്കിലേക്ക് പോകും, ഇൻറ്റസ്റ്റൈൻ. അപ്പൊ നമുക്ക് ലങ്സിന് അസുഖം വരില്ല. അതാണ് ഇതിന് പേര് ഉജ്ജയ് പ്രാണായാമം എന്ന് പറയും. ഒരു 6 ടൈം മതി. നമ്മൾ അധികം ചെയ്യാറില്ല, പക്ഷെ വെള്ളമല്ല. ഒന്ന് ഡ്രൈ ആണ് കാണിച്ചത്. ചെയ്യാം. ഒരു 6 പ്രാവശ്യം മതി.
ഒന്നും വേണ്ട, ഒന്ന് പിടിച്ച് നിർത്തിയിട്ട് ഇത്ര ഉണ്ട് കേട്ടോ. ശബ്ദം വേണം. ഇവിടെ ചെറുമാക്കി എന്താ ബെസ്റ്റ് ബ്രീതിങ് ആണ്. നല്ല മിസ്സായി. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണ നമ്മളെ കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ഉള്ള ബ്രീതിങ് ആണ്. ആ ഓ ചെയ്യണം. ആ ഇതേമാതിരി തന്നെ ആ കൂടുതൽ വരണം. ലാസ്റ്റ് നിങ്ങൾ കണ്ണടച്ച് ചെയ്തോളൂ. കണ്ണടച്ചിട്ട് ചെയ്യുക. ആ മൈൻഡ് റിലാക്സ് ആവട്ടെ. മുഖത്തൊരു കുഞ്ഞിലൊക്കെ കുടിച്ച് പിടിച്ച് ദേഷ്യം പിടിച്ച് വളരെ ഈസി ആയിട്ട് ലാസ്റ്റ് എത്തിയതിൽ മനസ്സിൽ നല്ല സൗന്ദര്യം ചെയ്തിട്ട് ആലോചിക്കുക. മനസ്സിൽ സന്തോഷം വരണം. ഭാര്യ ആലോചിക്കണ്ട, മനസ്സിൽ നല്ല ഹാപ്പിനെസ് വരട്ടെ. വല്ല ഫിലിം സ്റ്റാർസ് ആലോചിച്ചു. ഫിലിം സ്റ്റാർസിനൊക്കെ ആലോചിക്കും. അതാണ് പറഞ്ഞു ഭാര്യ ആലോചിക്കണം. ഓക്കെ, പക്ഷേ ഇത് എന്റെ ലൈനിൽ വീട്ടിലേക്ക് അയക്കുന്നുണ്ടോ? ഓക്കെ, പിടിക്കും അല്ലേ? വീട്ടിലേക്ക് അയക്കുന്നത് ബി പി കൂടി. വീട്ടിൽ കഴിച്ചാൽ ബി പി കൂടും. ഓക്കെ, ആ ഓ ആണ് കേട്ടോ നിങ്ങളെ ശക്തി. ഭയങ്കര ആക്റ്റീവ് ആക്കുന്ന ശക്തിയാണ്. ഈ മുദ്ര പിടിക്കും. മൃത്യുജയ മുദ്ര. ചൂണ്ടാളി വിരൽ മടക്കി, തള്ള വിരൽ ക്രോസ് ചെയ്തു, 2 വിരൽ അമർത്തി പിടിച്ചു. ഈ മുദ്ര പിടിക്കണം. ഇത് ചെയ്യുമ്പോൾ ഈ മുദ്ര തന്നെ വേണം. ആ ഓ ആണ്. ആ കൂടുതൽ വേണം. ഓക്കെ, ഒരു 3-4 ടൈം ചെയ്യണം. ഡീപ്പ് ഇൻഹേൽ ചെയ്തോളൂ. ഒന്ന് എക്സേൽ ചെയ്യൂ. അത് ചെയ്യും. ഇൻഹേൽ. കണ്ടിന്യൂസ് ആണ്. പ്രൈമറി പ്രാണായാമം കണ്ടിന്യൂസ്. പ്രൈമറി ചെവി ബ്ലോക്ക് ചെയ്യാം. ചെവി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. ഇഷ്ടം പോലെ. ഇൻഹേൽ ചെയ്യുമ്പോൾ നാവ് താഴും. ഫുൾ ഇൻഹേൽ നാവ് താഴും. എന്നിട്ട് നാവ് മുകളിലേക്ക് വെച്ചിട്ട് മുകളിലാണ്. ഓക്കെ, പറ്റരുത്. ആ മുകളിലുമ്പോൾ നാവ് മുകളിലേക്ക് വെക്കണം. ഓക്കെ, ചെയ്യാം. 5-6 പ്രാവശ്യം. Straight it. 7:30. Okay. Kavalari Vyayamam.
Sakia. E. 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 Okay. Inhale the VO. Inhale. Very good, very good. Practice was good. Okay, inhale. VO. Nilti parana. Good. Sakra. Chin mudra pidikum. Adhyam. Ha. Ha. Change. Hu. Hu. Change. Three. Three. First mudra. Second mudra. Third mudra. Start. Brain power രണ്ട് brain, left brain, right brain, pulling on. ശ്വാസം പുറത്തേക്ക് മാത്രം. വായി നോക്കരുത്. കാല് കൂട്ടിയിരിക്കും. അടിവയറിൽ exhale. I told you, inhale. Exhale. Second time, inhale. Exhale. Last one, inhale. Exhale. Pyramid pranayama. Inhale. Kai മുകളിലേക്ക്. Exhale. കാലുകൾ നമുക്ക് പിടിക്കാം. തമ്പുള്ളിക്ക് പോണ്ട. തമ്പ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ. Start. ഇത് മുകളിലേക്ക് നോക്കൂ. Speed. Slow down.
ഈ വെച്ച് ബാക്ക് പിടിക്കും. ഒരു 3 times. That's the middle portion. Just expand ചെയ്യണം. നേരെ പോയി അങ്ങോട്ട്. അടി വേറെ അത് കൈ കൊണ്ട് ബാക്കിൽ വെച്ച് പിടിക്കും. Yeah. Exhale. വരണ്ടി പുഷ് ചെയ്യണം. എക്സൈൽ വരെ പുഷ് ചെയ്യും. നമ്മുടെ മെയിൻ പ്രാണായാമം തൊഴിലാക്കാൻ പറ്റില്ല. മെയിൻ പ്രാണായാമം അത്യാവശ്യം നമ്മൾ പോയി നാസിക്കാൻ പറ്റില്ല. ചിരി പറ്റില്ല. ശ്വാസം മുഴുവൻ പുറത്തേക്ക് വരും. പുറത്തെ മടക്കി പിടിക്കാം. ഇനി ലെഫ്റ്റ് ഹോൾഡ് ചെയ്യാം. Exhale, right. Right. Hold. Exhale, left. Second round, inhale. Hold. Exhale, right. Inhale. Hold. Exhale, left. Last one, inhale. Hold. Exhale, right. Inhale. Hold. Exhale, left. Normal with you. Left hand here. Okay. Here you go. രണ്ട് കൈയും കാല് കൂട്ടിയിരിക്കും. രണ്ട് കൈ മോർണിംഗ് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യാം. രണ്ട് കൈ തോടി ചാടണം. അധികം ഹൈറ്റ് ഒന്നും വേണ്ട. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. തോടി ചാടണം. ചാടനമാണ്. അപ്പോൾ ഹാർഡി പറയുമ്പോൾ നെക്സ്റ്റ് വരാം. ഓക്കെ സ്റ്റാർട്ട്.